JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ 27-ാം തീയതി റിലീസ് ചെയ്യേണ്ട പടം ഇപ്പൊ സെൻസറിന്റെ ഒരു പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ സിനിമയുടെ ടീമിന്റെ ഒരു പ്രസ് മീറ്റ് കണ്ടായിരുന്നു. അവരിങ്ങനെ ഈ സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇല്ലായിപ്പോയി. ശരിയാണല്ലോ, എന്തോന്നാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് പേരിൽ എന്തിരിക്കുന്നത്. അവര് തന്നെ പറയുന്നുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. ജാനകി എന്നുള്ള പേര് മാറ്റണം. ഒരു ആർട്ടാണ്, ആ ലെവലിൽ കണ്ടാൽ പോയി. എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ലൈക്ക് ഒരു മൂവി, ഒരു പടം ലെവലിൽ കണ്ടാൽ പോരെ. ഞാൻ 27 ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു ഔട്ട് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു പടമാണ്. 27-ാം തീയതി കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട് കുറെ നാളായിടേ. നല്ലൊരു പടം തുടരുന്ന ശേഷം വേറെ നല്ലൊരു പടം ഇല്ലടേ. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു പടം ഇല്ല. ആവറേജും കുഴപ്പമില്ല, ഗംഭീരം എന്നുള്ള ഒരു പടം ഇതുവരെ കുറച്ച് നാളായി, കുറച്ച് ദിവസമായി. അപ്പൊ ഞാൻ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയ നടന്റെ സിനിമ, സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ പടം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിരിക്കും. അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം സിനിമ അവരെന്നെ പറയുന്നത്, ഒരു സിനിമ ഇത് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ചെയ്യണം. റീ എഡിറ്റ് ചെയ്യണം, ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഡബ് ചെയ്യിപ്പിക്കണം. ടാസ്ക് ആയിരിക്കും. ആ പടത്തിന്റെ ഒരു ഫ്ലേവറെ നഷ്ടപ്പെടും. എന്താ അല്ലേ? ഒരു ആവശ്യമില്ലടേ. ഒരു സിനിമ ഇറക്കായിരുന്നു. ആ പഴയ എന്ന് വെച്ചാൽ ജാനകി എന്നുള്ള പേര് തന്നെ ഇറക്കണമായിരുന്നു. നീ ഇത് പേര് മാറ്റിയ വൃത്തികേടായിക്കളെ. ആ പടത്തിന്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെടും. ഡബ് ചെയ്യുമ്പോൾ ആ പേരെവിടെ നമ്മൾ പുതിയൊരു പേര് നമ്മൾ പറയും. പക്ഷെ ലിപ്സിങ്ക് കറക്റ്റ് ആവണ്ടേ. അവർ എത്രയും സെറ്റ് ചെയ്ത് കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു റീ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. എന്തായാലും 27-ാം തീയതി റിലീസ് ചെയ്യും. എന്ന് റിലീസ് ആവാനെന്തോ എല്ലാം നന്നായി വരട്ടെ. പേര് മാറാതെ അവർക്ക് ആ ഒരു ഔട്ട് റിലീസാക്കാൻ പറ്റട്ടെ.